അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിവിധ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നമുക്കുണ്ട്. പക്ഷെ പലപ്പോഴും ആ ആഗ്രഹങ്ങൾ നടപ്പിലാക്കാൻ, സഫലീകരിക്കാൻ, നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അതിന് എന്തെല്ലാം മാർഗങ്ങളുണ്ടോ അതെല്ലാം പലപ്പോഴും നാം തേടിപ്പിടിക്കാറുണ്ട്. നമ്മളൊരു രോഗിയായാൽ ചിലപ്പോൾ ആ രോഗം സുഖപ്പെടുന്നതിന് വേണ്ടി എത്രയോ ഹോസ്പിറ്റലുകളിൽ കയറിയിറങ്ങേണ്ടി വരും. എന്ന് പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥ മരുന്നിലേക്ക് നാം എത്തണമെങ്കിൽ പലപ്പോഴും വർഷങ്ങൾ നീണ്ട പരിശ്രമം ആവശ്യമായി വരും. ഒരു രോഗം വന്നാൽ അതിന് മരുന്നുണ്ടാകും. പക്ഷെ മരുന്ന് എവിടെയാണ് ഇതിന് യോജിച്ച മരുന്ന് എന്ന് കണ്ടെത്തണമെങ്കിൽ പലപ്പോഴും നമ്മൾ ബുദ്ധിമുട്ടാറുണ്ട്. എന്നതുപോലെ തന്നെയാണ് ആത്മീയമായ വിഷയത്തിലും നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമായിട്ടുള്ള ദിക്റുകളും ദുആകളും അതിലേക്ക് നാം എത്തിപ്പെടുക എന്നുള്ളത് ചിലപ്പോൾ പലതും പരീക്ഷിച്ചിട്ട് അവസാനം ഒന്നിൽ നമ്മുടെ ആഗ്രഹം സഫലീകരിക്കുന്ന, നല്ല ഫലം ലഭിക്കുന്ന ഒന്നിലേക്ക് നാം എത്തിപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ ദിക്റുകളിലൂടെയും ദുആകളിലൂടെയും സമാധാനവും സന്തോഷവും നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ പറയുമ്പോൾ നീട്ടി വലിച്ചു പറയാതെ പെട്ടെന്ന് ആ കാര്യം പറഞ്ഞ് നിർത്തിക്കൂടെ എന്ന് പലരും പറയാറുണ്ട്. പക്ഷെ ഒരു കാര്യം, എന്ത് ചുരുക്കി പറഞ്ഞാലും അതിന്റെ ശേഷം കമന്റുകൾ നിരവധിയായിരിക്കും അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ. എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്തിന് വളരെ ഷോർട്ടായിട്ട് പറഞ്ഞാൽ തന്നെ മനസ്സിലാവും, കാര്യങ്ങൾ ബോധ്യപ്പെടും. എന്നാൽ ഭൂരിഭാഗം വരുന്ന മറ്റൊരു വിഭാഗത്തിന് നമ്മൾ എത്ര വിശദീകരിച്ച് പറഞ്ഞാൽ മാത്രമേ അത് ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് സാമാന്യം എല്ലാവരും മനസ്സിലാക്കണമെന്ന് ഞാൻ ആദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ട, നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും ഫലവത്തായിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ആ വാക്ക് ഒരു ചെറിയ വാക്കാണ്. ആ വാക്ക് പറഞ്ഞുകൊണ്ട് നാം എന്തു ചോദിച്ചാലും വളരെ പെട്ടെന്ന് അത് നേടിയെടുക്കാൻ കഴിയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ അവസാനം വരെ ശ്രദ്ധയോടുകൂടെ കേൾക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും വേണം. രണ്ട് രൂപമാണ് അതിനുള്ളത്. രണ്ടും ഞാൻ പറയുന്നുണ്ട്, അതുകൊണ്ട് ഒന്നും വിട്ടുപോകാതെ കേൾക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ലില്ലാഹി തആല മലക്കൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു മലക്ക് ഉണ്ട്. മുവക്കലൻ, ആ മലക്കിനെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ബിമൻ യഖൂലു യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ, കാരുണ്യം ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കാരുണ്യം ചെയ്യുന്നവനായ അല്ലാഹുവേ എന്ന് വിളിക്കുന്ന, എന്ന് പറയുന്ന ആളുകളുടെ കാര്യം നോക്കാൻ വേണ്ടി അവർ അതിനുശേഷം ഈ യാ അർഹമർ റഹീമീൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർ എന്താണ് പറയുന്നത് എന്ന് നോക്കാൻ വേണ്ടിയാണ് ആ മലക്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുള്ളത്. ഫമൻ ഖാലഹാ സലാസൻ, അതുകൊണ്ട് തന്നെ ആരെങ്കിലും യാ അർഹമർ റഹീമീൻ എന്ന് 3 പ്രാവശ്യം പറഞ്ഞാൽ ഖാല ലഹുൽ മലക്കു, ആ പറഞ്ഞയാളോട് ആ മലക്ക് പറയും, ഇന്ന അർഹമർ റഹീമീൻ, അർഹമർ റഹീമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദ് അഖ്ബല അലൈക, നിന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. 3 പ്രാവശ്യം നീ കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും കാരുണ്യം ചെയ്യുന്നവനെ എന്ന് വിളിച്ചപ്പോൾ അള്ളാഹു നിന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു, നിന്റെ കാര്യം കേൾക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു, നിന്നെ ശ്രദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഫസൽ, നീ വേണ്ടത് ചോദിച്ചോളൂ. ഇങ്ങനെ 3 പ്രാവശ്യം യാ അർഹമർ റഹീമീൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ എന്ത് കാര്യം ചോദിച്ചാലും നമുക്കതിന് മറുപടി കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മറ്റൊരു ഹദീസിൽ കാണാം, വ യാ അർഹമർ റഹീമീൻ, ഇത് രണ്ടാമത്തെ രൂപമാണ്. യാ അർഹമർ റഹീമീൻ എന്നത് കൻസും മിൻ കുനൂസിൽ ജന്ന, അത് സ്വർഗീയ നിക്ഷേപങ്ങളിൽപ്പെട്ട ഒരു നിക്ഷേപമാണ്, ഒരു നിധിയാണ്, സ്വർഗത്തിലെ ഒരു നിധിയാണ് യാ അർഹമർ റഹീമീൻ എന്ന വാക്ക്. വമൻ ദഅ ബിഹി അൽഫ മറ, ആരെങ്കിലും ആ യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ എന്ന് അല്ലാഹുവിനെ വിളിച്ചാൽ അൽഫ മറ, 1000 പ്രാവശ്യം വിളിച്ചാൽ, ഫി ജൗഫിൽ ലൈൽ, രാത്രിയുടെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ അർദ്ധരാത്രി, തഹജ്ജുദിന് എഴുന്നേൽക്കുന്ന സമയം, രാത്രി പകുതിയായതിനൊക്കെ ശേഷം അർദ്ധരാത്രിയിൽ എഴുന്നേറ്റുകൊണ്ട് യാ അർഹമർ റഹീമീൻ എന്ന് 1000 തവണ ഒരാൾ വിളിച്ചാൽ, ലി അയ്യി ഹാജത്തിൻ കാനത് മിനൽ ഹാജാത്തി ദുനിയവിയ്യത്തി വൽ ഉഖ്റവിയ്യ, അത് ഭൗതിക ലോകത്തുള്ള നമ്മുടെ സാമ്പത്തികമായ ആവശ്യങ്ങൾ, ശാരീരികമായ ആവശ്യങ്ങൾ, ആരോഗ്യകരമായ ആവശ്യങ്ങൾ, നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ, നമ്മുടെ വീടിന്റെ കാര്യം, നമുക്ക് എന്തെല്ലാം ദുനിയാവിലുള്ള ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം, അതിൽ നിന്ന് ഏത് ആഗ്രഹമാണെങ്കിലും, വൽ ഉഖ്റവിയ്യ, അല്ലെങ്കിൽ ആത്മീയമായ നമ്മുടെ ആഖിറത്തിൽ നമ്മൾ രക്ഷപ്പെടുന്ന കാര്യം, സ്വർഗം ലഭിക്കുന്ന കാര്യം, മഹാന്മാരോടുകൂടെ സ്വർഗത്തിൽ കിടക്കുന്ന കാര്യം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി, മുത്തുനബിയെ ഈ ദുനിയാവിൽ വെച്ച് സ്വപ്നത്തിൽ കാണാൻ വേണ്ടി, ഇങ്ങനെ തുടങ്ങി നമ്മുടെ ആത്മീയവും ഭൗതികവുമായ എന്ത് കാര്യം ലക്ഷ്യം വെച്ചുകൊണ്ട്
വിളിച്ചുകൊണ്ട് 1000 പ്രാവശ്യം അർദ്ധരാത്രിയിൽ ഇത് ഒരാള് അള്ളാഹുവിനെ ഇത് വിളിച്ചാൽ, യാ അർഹമർ റഹീമീൻ എന്ന് വിളിച്ചാൽ, ഖദല്ലാഹു ഹാജതഹു, അവന്റെ ആ ആവശ്യങ്ങൾ അത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിർവഹിച്ചു നൽകുന്നതാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ആദ്യം പറഞ്ഞ ഹദീസിലുള്ളത് 3 പ്രാവശ്യം യാ അർഹമർ റഹീമീൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് പറയുന്നു, അള്ളാഹു നിന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു, നിനക്ക് വേണ്ടത് പറയാം, നിനക്ക് ചോദിക്കേണ്ടത് ചോദിക്കാം, നിന്റെ ആവശ്യങ്ങൾ അത്രയും അള്ളാഹുവിന്റെ മുമ്പിൽ അവതരിപ്പിക്കാം. ആ ആവശ്യം അങ്ങനെ നമുക്ക് നിർവഹിക്കാനും സഫലീകരിക്കാനും സാധിക്കുന്നു. അതാണ് ഒരു രൂപം. രണ്ടാമത്തെ രൂപം അർദ്ധരാത്രിയിൽ 1000 തവണ യാ അർഹമർ റഹീമീൻ എന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ അഭിസംബോധന നടത്തിയാൽ നമുക്ക് എന്ത് ആവശ്യമാണെങ്കിലും അത് പൂർത്തിയായി കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വലിയ വലിയ പ്രശ്നങ്ങളിൽ അകപ്പെട്ടവർ, വലിയ പ്രതിസന്ധി മുന്നിലുള്ളവർ, ആ പ്രശ്നങ്ങളുടെ വലിപ്പത്തിനനുസരിച്ച് 1 ദിവസമല്ല 2 ദിവസമല്ല, ചിലപ്പോൾ എത്ര ദിവസമാണെങ്കിലും നമ്മൾ ഇത് വിളിക്കാൻ തയ്യാറാവേണ്ടി വരും. ഏതായാലും 1 ദിവസം വിളിച്ചാൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മതി. ഇനി പ്രശ്നങ്ങളുടെ ഗൗരവത്തിനനുസരിച്ചും നമ്മുടെ വിളിയുടെ ആത്മാർത്ഥതയുടെയും തഖ്വയുടെയും കുറവും കൂടുതലും അനുസരിച്ചുമൊക്കെ ഇതിന്റെ പവർ കൂടാനും കുറയാനും ഒക്കെ സാധ്യതയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല കാര്യങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.